നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. കോഫി ചിയേഴ്സ് ടു ആൾ. നമ്മുടെ അരുൺ ബ്രോ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ആർ വേഴ്സസ് GT മത്സരത്തെ കുറിച്ചാണ് നമ്മൾ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് പ്രിവ്യൂ ആണ് ഇപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. നല്ല കടുത്ത മത്സരമാണ് നമ്മുടെ പോയിന്റ് ടേബിൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നടക്കാനും പോകുന്നത്. നാലാം സ്ഥാനത്തും GT അഞ്ചാം സ്ഥാനത്തുമാണ്. പോസിറ്റീവ് നെറ്റ് റൺ റേറ്റിലാണ് ഇരിക്കുന്നത്, GT മൈനസ് നെറ്റ് റൺ റേറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളെ സംബന്ധിച്ചും വളരെ നിർണായകമായിട്ടുള്ള ഒരു മത്സരമാണിത്. ഇത് ആറിന്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ മത്സരം നടക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു ആദ്യം പിച്ച് കണ്ടീഷൻസ് എന്താണ് നമുക്ക് അരുൺ ബ്രോയോട് ചോദിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് ഡിസ്കഷനിലേക്ക് വരാം. അരുൺ ബ്രോ, എന്താണ്? ആർ ഹോം ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ആറിന്റെ രണ്ടാമത്തെ ഹോം ഗ്രൗണ്ട് നമ്മൾക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആ പിച്ച് കണ്ടീഷൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ പിച്ചിനൊരു സ്വാഭാവികതയുണ്ട്. അതിൻ്റെ ഡീപ്പ് ബൗണ്ടറീസ് കമ്പാരിറ്റീവ്ലി സ്മോൾ ആണ് കമ്പയറിംഗ് ടു സ്ട്രേറ്റ് ബൗണ്ടറീസ്. ഒരു എക്സാക്റ്റ് അല്ല, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 65 ആണ് ഡീപ്പ് ബൗണ്ടറീസ് എന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ബൗണ്ടറീസ് ഒരു 71-72 എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഡയമെൻഷൻ പോകുന്നത്. പിച്ചിനെ കുറിച്ച് സംസാരിച്ചാൽ ദർ വിൽ ബി എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഗ്രാസ് ഓൺ ദ പിച്ച്. അപ്പം അതുകൊണ്ട് ഈസിലി കമ്മിങ് ഓൺ ടു ദ ബാറ്റ് ആയിരിക്കും ബോളിനെ സംബന്ധിച്ച്. പേസ് ആൻഡ് ക്യാരി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഡീപ്പ് ബൗണ്ടറീസ് കമ്പാരിറ്റീവ്ലി ചെറുതും ഈ ഒരു ഗ്രാസും ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമലി ഉള്ള പിച്ചസ് എല്ലാം ഹൈ സ്കോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ വിന്നിംഗ് ടോട്ടൽ എന്ന് പറയുന്നത് മിനിമം 240 ആയിരിക്കും. മിനിമം 240 എന്ന് പറയാൻ കാര്യം, കഴിഞ്ഞ രണ്ട് കളികളും 220 പ്ലസ് അടിച്ചിട്ടും ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേ കൂട്ട് തന്നെ ഡ്യൂ അവിടെ ഒരു വലിയ ഫാക്ടറാണ്. ഹെവിലി ഡ്യൂ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഡ്യൂ വലിയൊരു റോളും വഹിക്കും. അതുകൊണ്ട് ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എല്ലാവരും ബോൾ ഫസ്റ്റ് എന്നുള്ള നിലയിലായിരിക്കും പോവുക. പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്ന് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിസ്റ്റോറിക്കലി അതൊരു ഫസ്റ്റ് ഇന്നിങ്സിൽ പേസ് ബോളേഴ്സിനെ സഹായിക്കുകയും സെക്കൻഡ് ഇന്നിങ്സിൽ സ്പിന്നേഴ്സിനെ സഹായിക്കുന്ന ഒരു പിച്ചായിട്ടാണ് കണ്ടുവരുന്നത്. അതായത് ഫസ്റ്റ് ഇന്നിങ്സിൽ പേഴ്സേഴ്സിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 22.4 കമ്പയറിംഗ് ടു സെക്കൻഡ് ഇന്നിങ്സ് 25.72. സ്പിന്നേഴ്സിൻ്റെ വരുമ്പോഴത്തേക്കിന് ഫസ്റ്റ് ഇന്നിങ്സിലെ സ്ട്രൈക്ക് റേറ്റ് എന്ന് വെച്ചാൽ 27 ബോൾസ് ലൈക്ക് 27.2 സെക്കൻഡ് ഇന്നിങ്സിലാണെങ്കിൽ 19.2. കമ്പാരിറ്റീവ്ലി സ്പിന്നേഴ്സിന് നല്ലൊരു ഹെഡ് ആൻഡ് ഹെൽപ്പ് സെക്കൻഡ് ഇന്നിങ്സിൽ കിട്ടുന്നതായിട്ട് കണ്ടുവരാം. അതുവരെ കളിച്ചിട്ടുള്ള കളികളിനകത്തിൽ ഈ രണ്ട് കളി അവിടെ നടന്നിട്ടുള്ളൂ റീസെൻ്റ്ലി. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 17 വിക്കറ്റ്സും എടുത്തിരിക്കുന്ന ഫാസ്റ്റ് ബോളേഴ്സാണ്. 3 വിക്കറ്റ് മാത്രമേ സ്പിന്നേഴ്സ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ വിക്കറ്റ് വീണിരിക്കുന്ന സ്പാൻ നോക്കിക്കഴിഞ്ഞാൽ 1 to 6 ഓവേഴ്സിൽ 4 വിക്കറ്റ്സ്, 7 to 14 6 വിക്കറ്റ്സ്, 15 to 20 10 വിക്കറ്റ്സ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇനിഷ്യലി വിക്കറ്റ് സേവ് ചെയ്തുകൊണ്ട് ഫൈനലി ഒരു എക്സ്പ്ലോസീവ് ഫിനിഷ് എന്നുള്ള രീതിയിലായിരിക്കും ടീംസ് എല്ലാം പ്ലാൻ ചെയ്യുക. നാളെ എന്തുവായാലും ഒരു ഹൈ സ്കോറിംഗ് ഗെയിം ആയിരിക്കും നമുക്ക് മുന്നിൽ നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും. സോ ഹൈ സ്കോറിംഗ് ഗെയിം എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സ്ലൈറ്റ് എഡ്ജ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം GT നമുക്കറിയാം, അതൊരു ചെറിയ ഒരു 180 200 അകത്ത് നിൽക്കുന്ന ടോട്ടൽസ് ആണ് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് അവർ ഇതുവരെ ജയിച്ചിട്ടുള്ളത്. അവരുടെ കംഫർട്ടബിൾ സ്കോർ എന്ന് പറയുന്നത് അതാണ്. അതേ സമയത്ത് സൂര്യവംശി എന്ന് പറഞ്ഞൊരു എക്സ് ഫാക്ടർ ഉള്ളതുകൊണ്ടും അതിനുശേഷം ഇപ്പോൾ ഡൊണോവൻ ഫെറേര അടക്കം നല്ല ഫോമിലുള്ളതുകൊണ്ടും അവർക്കൊരു ഹൈ സ്കോറിംഗ് ഗെയിം ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എഡ്ജ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പറയുമ്പോഴും നമ്മുടെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ശുഭ്മൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി, ഹൗ ഹി ഇംപ്രൂവ്ഡ് ആസ് എ ക്യാപ്റ്റൻ വളരെ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അതേസമയം പരാഗ് അപ്പുറത്തെ സൈഡിൽ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് സീസൺ ഇംപ്രൂവ് ചെയ്യുന്നതനുസരിച്ച് വരുന്നതനുസരിച്ച് ഒരു ഇമ്പ്രസീവ് അല്ലാത്ത രീതിയിലും പോകുന്നുണ്ട്. സോ ഈ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും രണ്ട് ടീമിനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ഫാക്ടർ ആയിരിക്കത്തില്ലേ. ശുഭ്മൻ ഗിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തോന്നുന്നത്, അതായത് RCB തോൽപ്പിച്ചിട്ട് അവിടെ പോയിട്ട് ഒരു പോസ്റ്റ് ഇടുന്നു, ഭയങ്കര ചലഞ്ചിങ് ആയിട്ട്. അതായത് T20 ടീമിൽ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആരോടൊക്കെ ഉള്ള ഒരു ചെറിയ ദേഷ്യം തീർക്കുന്ന പോലെയൊക്കെ എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന പോലെയൊക്കെ തോന്നി. പഞ്ചാബിനെ തോൽപ്പിച്ചിട്ട് പോസ്റ്റ് ഇട്ടു, ചെന്നൈ തോൽപ്പിച്ചിട്ടൊരു പോസ്റ്റ് ഇട്ടു, അതുപോലെ തന്നെ RCB തോൽപ്പിച്ചിട്ട് അത് റിലേറ്റ് ചെയ്തൊരു പോസ്റ്റ് ഇട്ടു. സോ ഒരു ഫയർ കാണുന്നില്ല ശുഭ്മാൻ ഗില്ലിന്റെ കണ്ണിൽ. അത് എനിക്ക് തോന്നുന്നു ചുമ്മാ ഒരു ഫാൻസിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഉണ്ട് എന്ന് 4 പേരെ അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു PR വർക്കായിട്ട് എനിക്കത് തോന്നിയിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കിന് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ ശുഭ്മൻ ഗില്ലിൻ്റെയും ഇത് രണ്ട് ടീമിൻ്റെ ക്യാപ്റ്റൻസിയിലുപരി രണ്ട് ടീമിനും സെയിം എഡ്ജ് ഉണ്ടായിരിക്കും ഒരു ഫേസിൽ. ഏതാണെന്നറിയോ? പവർ പ്ലേയിൽ. ഈ രണ്ട് കളി ജയിച്ചിട്ടുള്ള ടീംസ് എൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കളിയിലും പവർ പ്ലേയിൽ ആര് ഔട്ട് പെർഫോം ചെയ്തോ അവരെ ആ കളി ജയിച്ചിട്ടുള്ളൂ. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് പവർ പ്ലേ എക്സ്പ്ലോനീസിൽ രണ്ടു പേർക്കും ലൈക്ക് ടോപ്പ് ഓർഡർ ഹെവി ആയതുകൊണ്ട് ഒരു ഇക്വിലിബ്രിയം ആ ഒരു ഫേസിൽ കിട്ടും. പിന്നെ ബാക്കിയെല്ലാം ഈ പറയുന്ന തൊട്ട് ബോളേഴ്സിൻ്റെ കയ്യിലും മിഡിൽ ഓർഡേഴ്സിൻ്റെ കയ്യിലും ഫിനിഷേഴ്സിൻ്റെ കയ്യിലുമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാജസ്ഥാനാണ് ഹെഡ് വരുന്നത്. പിന്നെ ഇതിനു മുമ്പും ഈ സീസണിൽ ഇവർ തമ്മിലൊന്ന് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അന്ന് 210 എന്നുള്ള രീതിയിൽ എടുക്കുകയും GT മറുപടി ബാറ്റിംഗിന് ഇറങ്ങി 204 എടുക്കുകയും ചെയ്തു 6 വിക്കറ്റ് നഷ്ടത്തിൽ. അന്ന് ജയ്സ്വാളും ജുറലും 50+ അടിക്കുകയും സായി സുദർശൻ 73 അടിക്കുകയും അന്ന് രവി ബിഷ്ണോയ് 4 വിക്കറ്റ്സ് ഹോൾഡ് എടുത്തിട്ട് മാൻ ഓഫ് ദി മാച്ച് ആകുകയും ചെയ്തു. അതായിരുന്നു ഇതിനു മുമ്പ്
ഇവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പം ഉണ്ടായ അവസ്ഥ. ഇപ്പം ഈ വന്ന വഴികൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അഹമ്മദാബാദിൽ വെച്ചിട്ട്. അതെ, ഈ വന്ന വഴികൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 6 കളികളിൽ 2 മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ലാസ്റ്റ് 6 കളിയിൽ 2, അത് റീസെൻറ്റ് ഫോം അല്ല എന്ന് നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. 3 കളി ചേസ് ചെയ്തും ജയിച്ചിട്ടുണ്ട്, 3 കളി ഡിഫെൻഡ് ചെയ്തും ജയിച്ചിട്ടുണ്ട്. ഹയസ്റ്റ് ടോട്ടൽ അവർ ചേസ് ചെയ്തിരിക്കുന്നത് 222, ലോവസ്റ്റ് ടോട്ടൽ അവർ ഡിഫെൻഡ് ചെയ്തിരിക്കുന്നത് 159 അത് രണ്ടും ഒരു പോസിറ്റീവ് സൈനാണ്. അവർക്ക് ചേസിങ്ങും പറ്റും, ഡിഫെൻഡിങ്ങും പറ്റും. അത് കമ്പാരിറ്റീവ്ലി നല്ലൊരു ടോട്ടൽ അവർ ചേസ് ചെയ്തും ജയിച്ചിട്ടുണ്ട്, കമ്പാരിറ്റീവ്ലി ലോ ടോട്ടൽ അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേ സംബന്ധിച്ച് GT ആണെന്നുണ്ടെങ്കിൽ 6 കളികൾ ജയിച്ചിട്ടുണ്ട് ഔട്ട് ഓഫ് 10 ഗെയിംസ്, 9 or 10 ഗെയിംസിൽ നിന്ന്. അതിൽ ഒറ്റ കളി മാത്രമേ ബാറ്റ് ഫസ്റ്റ് ചെയ്ത് ജയിച്ചിട്ടുള്ളൂ. ബാക്കി 5 കളികളും അവർ ചേസ് ചെയ്തിട്ടാണ് ജയിച്ചിട്ടുള്ളത്. ഈ ചേസ് ചെയ്ത് ജയിക്കുക എന്ന് പറയുന്ന കളികളിൽ ബോളേഴ്സ് ഔട്ട് പെർഫോം ചെയ്ത് അവരുടെ ഒരു റേഞ്ച് ഓഫ് ടോട്ടൽ ഉണ്ട്, ഒരു 160, 170, 180 എന്നുള്ള രീതിയിൽ. ആ ഒരു ടോട്ടലിൽ ചേസ് ചെയ്തുവേ അവർ ജയിച്ചിട്ടുള്ളൂ. അതാണ് രണ്ട് ടീമിൻ്റെ ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടേഴ്സ്. ഓക്കെ. അപ്പോൾ പക്ഷെ GT ഞാൻ ഈ പറയാനായിട്ടുള്ള കാര്യം, ശുഭ്മൻ ഗില്ലിൻ്റെ കാര്യവും പറയാനായിട്ടുള്ള കാര്യം, കഴിഞ്ഞ ഒരു കുറച്ച് മാച്ചസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ പെർഫോമൻസ്, പ്രത്യേകിച്ചും ഹോൾഡർ ടീമിലേക്ക് വന്നു. അതിനുശേഷം കഴിഞ്ഞ മാച്ചിൽ അവർ പ്ലേയിങ് ഇലവനിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ, ഹിസ്റ്റോറിക് മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അവർ നമ്മുടെ ഷാറുഖ് ഖാനെ എടുത്ത് പുറത്ത് കളഞ്ഞു. അത് GT സംബന്ധിച്ച് ഹിസ്റ്റോറിക് മാറ്റമാണ്. ഈ കഴിഞ്ഞ GTയുടെ 3 കളികളിലും ഞാൻ GTയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ്. കാരണം ആ പിച്ച് കണ്ടീഷൻ, ഉച്ചയ്ക്കത്ത് ചെന്നൈ കളിച്ച കണ്ടീഷൻസും അതുകൂട്ട് കഴിഞ്ഞ 2 കളിയിൽ അഹമ്മദാബാദിൽ കളിച്ച കണ്ടീഷൻസും ഡിഫറെൻ്റ് ആണ്. ഇവിടെ അതല്ല. ഇവിടെ ആ ഒരു സപ്പോർട്ട് GT ബോളേഴ്സിന് ചെന്നൈ കിട്ടിയതുപോലെയും അഹമ്മദാബാദിൽ കിട്ടിയതുപോലെയും കിട്ടത്തില്ല. മനസ്സിലായി? അപ്പം അങ്ങനൊരു ഫാക്ടറുണ്ട്. അവർ ഇത്രയും കളി ജയിച്ചിട്ടുള്ളതിൽ ബോളേഴ്സ് ഔട്ട് പെർഫോം ചെയ്ത കളികളാണ്. പക്ഷേ ഈ ഒരു ട്രാക്ക് അത്ര ബോളേഴ്സിന് ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്ക് അല്ല എന്നുള്ളതും GTയെ സംബന്ധിച്ച് ഒരു തിരിച്ചടി തന്നെയാണ്. പക്ഷേ എനിക്ക് ഇതേ സെയിം അഭിപ്രായം തന്നെ ഞാൻ ആദ്യം പറഞ്ഞത്. ബാറ്റിംഗ് കണ്ടീഷൻസ് ആയതുകൊണ്ട് ബാറ്റിംഗ് ഫ്രണ്ട്ലി ആകുമ്പോൾ RRന് ഒരു എഡ്ജ് ഉണ്ടെന്ന്. പക്ഷേ റീസെൻ്റ് ആയിട്ട് വരുത്തിയ മാറ്റങ്ങൾ, ഇപ്പോൾ നിഷാൻ സിന്ധു അവരുടെ ബാറ്റിംഗ് ഓർഡറിലേക്ക് വരുന്നത്, അത് മാത്രമല്ല ഇവരുടെ ഒരു ബാറ്റിംഗ് ഓർഡർ നോക്കാൻ വളരെ ഡെപ്ത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റാഷിദ് ഖാൻ വരുന്നത് 9ാമതായിട്ടാണ്. 8ാമത് അർഷാദ് ഖാൻ എന്ന് പറഞ്ഞ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾറൗണ്ട് വരുന്നത്. അതിനുശേഷം 10ാമത് റബാഡയും 11ാമത് മാനവ് സുതാർ. അപ്പോൾ പുള്ളിക്കും അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ഡെപ്ത് അങ്ങോട്ട് കൂട്ടിയിട്ട് എങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർ ഇല്ലാത്ത ഒരു കുറവ് അവിടെ നിൽക്കുമ്പോഴും ഇവരുടെ അങ്ങോട്ട് ബാറ്റ്സ്മാൻ അങ്ങ് താഴെ വരെ കിടക്കുക. ഇപ്പോൾ റാഷിദ് ഖാൻ ക്യാൻ ഓൾസോ ബാറ്റ് എന്നറിയില്ല. അപ്പോൾ റാഷിദ് ഖാൻ 9ാമതാണ് വരുന്നത്. സോ ഒരു മാറ്റം അവരുടെ ബാറ്റിങ്ങിന് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോൾഡർ അവരുടെ ഒരു മിഡിൽ ഓർഡറിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ റീസെൻ്റ് ആയിട്ടുള്ള മാച്ചുകളിൽ ബാറ്റ് കൊണ്ടും അതിനുശേഷം ബോളും ഉണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു മാച്ചിൽ ഒരുപക്ഷെ ഇനി ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും ഒരുപക്ഷെ ബട്ട്ലറൊക്കെ പതിയെ ഫോമിലേക്ക് വരുന്നുണ്ട്. ഒരു ബാങ്ക് ചെയ്യാൻ പറ്റുന്ന ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബാറ്റിംഗ് നമ്പർ കൂട്ടുന്നതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. ഇതിനകത്തിൽ എത്ര മാച്ച് വിന്നേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ സേ ആൻ എക്സാമ്പിൾ, അവരുടെ ടോപ്പ് 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തിൽ ഒരു സിംഗിൾ ഹാൻഡഡ് ആയിട്ട് എത്ര മാച്ച് വിന്നേഴ്സ് ഉണ്ട്. ഓക്കെ, അതിനകത്തിൽ ഒരു ഹോൾഡർ എന്ന് പറഞ്ഞൊരു വേൾഡ് ക്ലാസ് ഫിനിഷറുണ്ട്. അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാച്ച് വിന്നിങ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന രീതിയിൽ, ഒരു എക്സ്പ്ലോസീവ്നെസ് കാഴ്ചവെക്കുന്ന ഇതിൽ ആരുമില്ല. അവരുടെ സ്പെഷ്യലിസ്റ്റ് ഫിനിഷർ ആയിട്ടുള്ള തിവാട്ടിയുടെ ഒരു സ്റ്റാറ്റ് ഞാൻ തരാം. തിവാട്ടിയെ കഴിഞ്ഞ 8 ഇന്നിങ്സിൽ നിന്ന് 78 റൺ എടുത്തിട്ടുള്ളൂ. അതും 65 ബോൾസിൽ നിന്നാണ് 78 റൺ എടുത്തിരിക്കുന്നത്. അവരുടെ സ്പെഷ്യലിസ്റ്റ് ഫിനിഷർ ഈ സീസണിലാകെ അടിച്ചിരിക്കുന്നത് ഒറ്റ 6 ഈ 8 ഇന്നിങ്സിൽ നിന്ന്. അതുകൂട്ട് ആകെ അടിച്ചിരിക്കുന്നത് 8 4. മനസ്സിലായി? ഓൺ ആൻ ആവറേജ് ഒരു 4 ഒരു ഇന്നിങ്സിലും. അതുകൂട്ട് ഈ ഇത്രയും ഇന്നിങ്സിൽ കൂടെ ആകെ ഒരു 6 അടിച്ചിട്ടുള്ളൂ. അത് ഇൻകൺസിസ്റ്റൻസിയും ഇൻഎക്സ്പീരിയൻസും അവരുടെ മിഡിൽ ഓർഡറിലും അവരുടെ ഫിനിഷിംഗ് ടച്ചിലും പ്യൂർലി എവിഡൻ്റ് ആണ്. അത് മറച്ചു വെക്കാൻ പറ്റത്തില്ല. അത് തുറന്നു കാട്ടുന്ന ഒരു മാച്ച് ആയിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. നേരെ മറിച്ച് നമ്മൾ അത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യങ്ങളുണ്ട്. ഇവരുടെ മിഡിൽ ഓർഡർ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ RRന്റെ മിഡിൽ ഓർഡർ സിമിലർ ഒരു ഇതിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ഓൾറെഡി അവർ ഹെഡ്മേറിനെ അവർ മാറ്റി. ധ്രുവ് നമ്പർ 3 ഇറങ്ങിയിട്ട് പെർഫോം ചെയ്യുന്നില്ല. അതിനുശേഷം റിയാൻ പരാഗ് ലാസ്റ്റ് ഒരു നല്ലൊരു ഇന്നിങ്സ് കളിച്ചു എന്നല്ലാതെ ഈ സീസണിൽ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഇത് കാണിക്കുന്നില്ല. പക്ഷേ ഡൊണോവൻ ഫെറേര എന്ന് പറഞ്ഞൊരു ഫിനിഷർ അവർക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് അഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുന്നത് ഇവരുടെ ടോപ്പ് ഓർഡർ, GTയുടെ ടോപ്പ് ഓർഡർ ഇവരുടെ ഒരു മിഡിൽ ഓർഡറിലുള്ള ഇൻഎക്സ്പീരിയൻസ് കോമ്പൻസേറ്റ് ചെയ്യുകയും കൂട്ടത്തിൽ ഒരു ഹോൾഡർ എന്ന് പറഞ്ഞൊരു മാച്ച് വിന്നർ അവിടെ വരും. ഈ നിഷാൻ സിന്ധു എന്ന് പറഞ്ഞ പ്ലെയറിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം 15 റണ്ണേ അടിച്ചുള്ളൂ. പക്ഷേ ഫാർ ബെറ്റർ ദാൻ ഷാറുഖ് ഖാൻ എന്ന് പറയേണ്ടി വരും. കളിച്ച ഷോട്ട്സ് ഒക്കെ കാണുവാണെന്ന്. ആ 15 റൺസ് എടുക്കുന്ന നമ്മളൊരു ബാറ്റ്സ്മാൻ കളിക്കുന്ന കാണുമ്പോൾ അറിയാലോ. അതൊരു പ്രോമിസിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അവിടെ ഒരു പോസിറ്റീവ് മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ പിന്നെ മൊത്തത്തിൽ ഓവറോൾ കൂട്ടുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു എഡ്ജ് എനിക്ക് GTക്ക് ഈ ഒരു മാച്ചിൽ തോന്നുന്നുണ്ട്.
ഇല്ല, എനിക്ക് ആ ഒരു എഡ്ജ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. ബ്രോയ് പറഞ്ഞതിൽ എനിക്കൊരു വ്യത്യസ്തമായിട്ട് അഭിപ്രായമുണ്ട്. ഈ ജൂറയിലാണെങ്കിലും പരാഗ് ആണെന്നുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി ഇപ്പോൾ അവർ റീസെൻ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. കാരണം ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഇവർ പ്യൂർലി ജയ്സ്വാൾ സൂര്യവംശി എന്നുള്ള മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് കൊളാപ്സ് ആയിട്ടുള്ള കളികളും അവർ കമ്പാരിറ്റീവ്ലി നല്ല ടോട്ടൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ജുറയിലാണെന്നുണ്ടെങ്കിലും ആവറേജ് ഈ ടൂർണമെൻറ്റിലെ 33 34 പ്ലസ് ഉണ്ട്, സ്ട്രൈക്ക് റേറ്റ് 156 ഉണ്ട്. അതേ കൂട്ട് തന്നെ പരാഗിനും 30+ ആവറേജും അതേ കൂട്ട് തന്നെ 150 160 പ്ലസ് സ്ട്രൈക്ക് റേറ്റും ഉണ്ട്. അപ്പം അത് ഒരുവിധം അവർ മാച്ചപ്പ് ചെയ്യുന്നുണ്ട്. അല്ല, പക്ഷെ അവിടെ ഒരു നൊനാദൻ പോയിന്റ് ഉണ്ട് ഫെറേറ ബ്രോ. എന്നതിലുപരി ജോർജിയുടെ അവിടെ സ്ട്രൈക്ക് പിന്നെ റേറ്റ് ഒരു 3 ഫിനിഷേഴ്സ് നമ്മൾ ഉണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള. ഒന്ന് രവീന്ദ്ര ജഡേജ, ഒന്ന് ശുഭം ദുബെ എന്നുള്ള ഫിനിഷേഴ്സും ഉണ്ട്. അതേ കൂട്ട് ആർച്ചറിനും അവസാനം വന്ന്, ഡൊണാൾഡ് പെരേര അതെ, ആർച്ചറിനും അവസാനം തീർച്ചയായിട്ടും. വന്ന് പക്ഷെ ഒരു 1-2 സിക്സ് അടിക്കാനും കഴിയും എന്നുള്ളതും ആറാറിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. ആറാറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബാറ്റിംഗ് അല്ല. ആറാറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്ന് അല്ല, അവിടെ വെച്ചാൽ ഒരു അവരുടെ കാര്യമുണ്ട് നമ്മൾ കൺസിഡർ ഒരേ ഒരു പോയിന്റ് അവിടെ ആഡ് ചെയ്യാനുണ്ട്. ധ്രുവ് ജുറേലിന്റെ സ്ട്രൈക്ക് റേറ്റ്. നമ്മൾ ചെന്നൈയുടെ ഋതുരാജ് ഗെയ്ക്വാഡിനെയും അതുപോലെ തന്നെ പ്രശാന്ത് കാർത്തിക് ശർമ്മയൊക്കെ പറയുന്ന പോലെ തന്നെ ധ്രുവ് ജുറേലിന്റെ സ്ട്രൈക്ക് റേറ്റ് വെറിയിങ് തന്നെയാണ്. ഇവർക്ക് കഴിഞ്ഞ മാച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഓപ്പണേഴ്സ് കൊടുക്കുന്ന ആ ഒരു തുടക്കം ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് ധ്രുവ് ജുറേലിന്റെ പിന്നീട് സ്ലോ ആവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു 2-3 മാച്ചുകളിൽ. സോ അത് തീർച്ചയായിട്ടും അവിടെ ധ്രുവ് ജുറേൽ റൺ അടിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ അത് വെറിയിക്കുന്ന ഒരു കാര്യമാണ്. റിയാൻ പരാഗിന്റെ ഒരു ഇന്നിങ്സ് ഒഴിച്ച് ബാക്കി ഇന്നിങ്സ് ഒന്നും അവർക്കൊരു മാച്ച് വിന്നിംഗ് ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് ഹെഡ്മേറെ അവർ കളിപ്പിക്കുന്നില്ല. അതിന് പകരം നമ്മുടെ ശ്രീലങ്കൻ ഓൾറൗണ്ടറിനെയാണ് കളിപ്പിക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ ഇത് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ബ്രോ ധ്രുവ് പറഞ്ഞ പോയിന്റിലേക്ക് കമ്പാരിറ്റീവ്ലി വരാം. മോശമല്ല. ഈ ടൂർണമെന്റ് ത്രൂ ഔട്ട് 32.22 ആവറേജിൽ 151 സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. പുള്ളി ഏതാണ്ട് 29 ഫോറും 11 സിക്സും ഇതിനോടൊപ്പം അടിച്ചിട്ടുണ്ട്. അതിനകത്തിൽ ഒരു നോട്ട് ഔട്ടും 2 ഡക്കും ഉണ്ട്, 3 ഫിഫ്റ്റീസും ഉണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി 10 ഇന്നിങ്സിൽ നിന്ന് 3 ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു ആ, കൺസിസ്റ്റൻസിലേക്ക് നമുക്ക് കൂട്ടാവുന്നതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പക്ഷെ നമ്മള് ഇതേ കോൽ വെച്ച് മറ്റ് ഇപ്പൊ ചെന്നൈയുടെ ബാറ്റ്സ്മാൻമാരെ അളന്നിട്ടുണ്ട്. മറ്റ് പല ബാറ്റ്സ്മാൻ ഇപ്പൊ കൊൽക്കത്തയുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്, നമ്മുടെ രഘുവംശി, അങ്ക്രിത് രഘുവംശി അളന്നിട്ടുണ്ട്. രഘുവംശി നോക്കുകയാണെങ്കിൽ ആവറേജ് ഉണ്ട്. സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ ഇവരുടെ ആ ഒരു അവരെല്ലാം സ്ട്രൈക്ക് മൊമെന്റം റേറ്റ് കൊണ്ടുവരാനായിട്ട് 130സിലാണ്. 130 ഈസ് ഡിഫറെൻറ്റ്, 150 പ്ലസ് അല്ലെ 160 പ്ലസ് ഈസ് ഡിഫറെൻറ്റ്. അത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ രഘുവംശി ആണെന്നുണ്ടെങ്കിലും കാർത്തിക് ശർമ്മ ആണെന്നുണ്ടെങ്കിലും ആവറേജ് മേ ബി ഈ പറഞ്ഞ തൊട്ട് ജുറലിൻ്റെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിലും സ്ട്രൈക്ക് റേറ്റ് ആണ് ഡിഫറൻസ് ഉണ്ടാക്കുന്നതും അതേ കൂട്ടത്തിന് അതിലും ഡിഫറൻസ് ഉണ്ടാക്കുന്നത് ബൗണ്ടറീസ് പെർ ബോൾ എന്നുള്ളൊരു പാരാമീറ്റർ ഉണ്ട്. രണ്ടാമതായിട്ട് ബൗണ്ടറീസ് റിസീവ്ഡ്, ലൈക്ക് എത്ര ബൗണ്ടറീസ് അടിച്ചു എന്നുള്ളതും ഒരു പാരാമീറ്റർ ഉണ്ട്. കാരണം ഈ ജുറലിനെ സംബന്ധിച്ച് 29 ബൗണ്ടറീസും ആൻഡ് 10-15 സിക്സിലും മുകളിലും പുള്ളി അടിച്ചിട്ടുണ്ടെന്നുള്ളത് ഉണ്ട്. പക്ഷെ ആ ഒരു ഈ അതല്ല ബാക്കിയുള്ള ടീമിൽ നിന്ന് വന്നതും അതല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തിൽ ധ്രുവ് ജുറലിനെ അത്ര മനസ്സിലായി രീതിയിൽ മനസ്സിലായി. ബാക്ക് അല്ല, ചെയ്യാനുണ്ടായ പക്ഷെ എനിക്ക് എൻ്റെ ഒന്ന് രണ്ട് ഫാക്ടേഴ്സ്. മാച്ചസിൽ ഇപ്പൊ ധ്രുവ് ജുറേൽ അങ്ങനെ ഒരു 140 കഴിഞ്ഞ മാച്ച് നോക്കുവാണെങ്കിൽ 140 സ്ട്രൈക്ക് റേറ്റിൽ കാണിച്ചു 30 ബോളിൽ. അതൊരു മാച്ച് സേവിങ് ഇന്നിങ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിന് മുമ്പുള്ള മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 ബോളിൽ 16 റൺസാണ് അടിച്ചത്, 80 സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ അങ്ങനെയുള്ള 2-3 മാച്ചസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഓപ്പണേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ധ്രുവ് ജുറേൽ വന്നിട്ട് സ്ലോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതൊരു കൺസേൺ ആണോ എന്ന് ഞാൻ ചോദിച്ചാണ്. നമുക്ക് അടുത്ത വിഷയം ബ്രോ പറഞ്ഞ മറ്റു വിഷയങ്ങളിലേക്ക് വരാം എന്തായാലും. അവരുടെ അതിലും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആർച്ചർ എന്ന് പറഞ്ഞൊരു ബോളറിന് ഒരു രീതിയിലും മറ്റൊരു സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആർച്ചറിനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ബർഗറാണ്. ബർഗറിൻ്റെ 9 ഇന്നിങ്സിൽ കൺസിഡർ ചെയ്തിരിക്കുന്ന എക്കോണമി എന്ന് പറഞ്ഞാൽ 10.34. അതുകൊണ്ട് 9 വിക്കറ്റുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതേസമയം ബ്രിജേഷ് ശർമ്മ നോക്കിക്കഴിഞ്ഞാൽ 7 ഇന്നിങ്സിൽ നിന്ന് എക്കോണമി 9.34ൽ 7 വിക്കറ്റ്സ്. ദേശ്പാണ്ഡെ ആണെന്നുണ്ടെങ്കിൽ 5 ഇന്നിങ്സിൽ നിന്ന് എക്കോണമി എന്ന് പറയുന്നത് 11.08ഉം 4 വിക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതായത് ശരിക്കും അവിടെ ആർച്ചറിന് ഒരു പേസ് സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഇവിടെ ലാക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ആറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം. ബാറ്റിങ് ഒന്നെങ്കിൽ ടോപ്പ് ഓർഡർ ഫയർ ആവുന്നുണ്ട്, ഇല്ലാത്ത കളികളിൽ മിഡിൽ ഓർഡറും ഫിനിഷേഴ്സും കമ്പാരിറ്റീവ്ലി സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു പരിധിവരെ കവർ ആവുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്ത് ആർച്ചറിനൊരു സപ്പോർട്ടില്ല. ആർച്ചർ വിക്കറ്റ് എടുക്കുന്ന കളികളിൽ ജയിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ആർച്ചറിന് സ്ട്രൈക്ക് അപ്പ് ഫ്രണ്ട് ചെയ്യാൻ പറ്റാത്ത കളികളെല്ലാം ഭയങ്കര ഡിസാസ്റ്ററായിട്ട് മാറുന്നു എന്നുള്ളതാണ് ആറിനെ സംബന്ധിച്ചുള്ള പ്രശ്നം. ആൻഡ് ബിഷ്ണോയ് ഒരു ആദ്യ സീസണിൽ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് അവസാനം വന്നിട്ട് ഇപ്പോൾ ഒരു അപ് ടു ദ മാർക്ക് പെർഫോമൻസ് ബിഷ്ണോയുടെ ഭാഗത്തൊന്നും കാഴ്ചവെക്കുന്നില്ല. പിന്നെ ആ ഒരു ലെഗ് സ്പിന്നർ ഉണ്ടല്ലോ ബ്രോ പറഞ്ഞ 6 ഫീറ്റ് ഹൈറ്റ് ഉള്ള ഒരു ബോളറിനെ അവർ യശ്രാജ് മുഞ്ച കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതെ, കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. സോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലും ചെറിയ അത്ര ഒരു നല്ല ഇതിലല്ല സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ. ഇപ്പോൾ ജഡേജ ഒരു ആവറേജ് പെർഫോമൻസ് കാഴ്ചവെച്ച് പോകുന്നു എന്നുള്ളൂ.
കാരണം ഈ പിച്ചും ഓക്കെ ഒരു അപ്പോൾ നമുക്ക് യഷ്രാജ് പുഞ്ചയ്ക്ക് പറ്റിയ ഒരു പിച്ചല്ല അത്. ഡീപ് ബൗണ്ടറീസ് ക്ലോസ് ആയതുകൊണ്ട് ഒരിക്കലും ഒരു യഷ്രാജ് പുഞ്ചയെ പുട്ടുള്ള ഒരു പ്ലെയറിനെ അവിടെ കളിപ്പിക്കുണ്ടാവില്ല. മോസ്റ്റ് പ്രോബബ്ലി അവർ സെയിം 11 തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അവിടെ സ്പിന്നേഴ്സ് ഇച്ചിരി എക്സ്പെൻസീവ് ആവും, കാരണം ലൈക്ക് അല്ലാന്നുണ്ടെങ്കിൽ അത്രമാത്രം ഗൂഗിളി. പിന്നെ ഒരു ചാൻസ് എനിക്ക് തോന്നുന്നു അവിടെ ഇച്ചിരി പെർഫോം ചെയ്യാൻ ജഡേജയും വിഷ്ണു ഈ ട്രയോ തന്നെയാണ് ആ ഒരു പിച്ചിൽ കോമ്പിനേഷൻ കറക്റ്റ് ആവുക. പിന്നെ അതിൽ ടീം ചേഞ്ചസിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ടീം ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ബർഗറിനെ മാൻഡറ്ററി ആയിട്ട് മാറ്റുക. ഏതർ മില്ലിനെയോ അല്ലെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡർ തന്നെയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ മപ്പാക്ക എന്ന് പറഞ്ഞൊരു ബോളറിനെയോ അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതേ കൂട്ട് തന്നെ തുഷേർ ദേശ്പാണ്ഡെ മാറ്റിയിട്ട് അവരെ എവർ ടൈം ബാങ്ക് ആയിട്ടുള്ള സന്ദീപ് ശർമ്മ എന്ന് പറഞ്ഞ ബോളറിനെയും ഇൻക്ലൂഡ് ചെയ്യാം. അതായിരിക്കും RRനെ സംബന്ധിച്ച് വരാൻ പോകുന്ന ചേഞ്ച്. അല്ലാതെ RR പ്ലേയിങ് പക്ഷേ ഇലവനിൽ ഞാൻ മറ്റൊരു ചേഞ്ച് കാണുന്നില്ല. അവിടെ ഒരു മാറ്റമുള്ളത് ബ്രിജേഷിന്റെ, അതായത് സന്ദീപ് ശർമ്മ ആൻഡ് ബ്രിജേഷ് എന്ന് പറഞ്ഞ ഒരേ തട്ടിലുള്ള രണ്ട് ബോളേഴ്സ്. അപ്പോൾ സന്ദീപ് ശർമ്മയെ റീപ്ലേസ് ചെയ്തിട്ടാണ് ബ്രിജേഷ് വന്നത്. ദേശ്പാണ്ഡെ എന്ന് പറയുന്നത് പേസിൽ എറിയാൻ പറ്റുന്ന, നല്ല പേസിൽ എറിയാൻ പറ്റുന്ന ഒരു സ്ട്രൈക്ക് ബോളർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ദേശ്പാണ്ഡെ റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫാസ്റ്റ് ബോളർ തന്നെയായിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. ഈ ബ്രിജേഷിനെ റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ബ്രിജേഷിനെ റീപ്ലേസ് ചെയ്തിട്ടേ സന്ദീപ് ശർമ്മ വരാനുള്ള ചാൻസ് ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ദേശ്പാണ്ഡെ തന്നെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവർ വേറൊരു ഫാസ്റ്റ് ബോളറിനെ, വേറൊരു യുദ്ധ്വീർ സിംഗ് എന്ന് പറഞ്ഞൊരു ബോളർ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും ഉണ്ടോ RR? എനിക്ക് തോന്നുന്നു ബാക്കപ്പ് ആയിട്ടുള്ളത് അതാന്ന് തോന്നുന്നു, ഒരു ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ളത്. ഉം ഉം ഉം. അതെ. അല്ല, അപ്പോൾ കുൽദീപ് ചേഞ്ചസ് സെന്നൊക്കെ ഉണ്ട് ഒക്കെ അതിനകത്തിൽ. ചേഞ്ചസ് വരാനായിട്ടുള്ള ചാൻസ് കുറവാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ധ്രുവ് ജുറേൽ നമ്പർ 3, ഞാൻ ഏറ്റവും കൂടുതൽ ധ്രുവ് ജുറേൽ നമ്പർ 3 ഒരു കളിക്കണം ചേഞ്ച് എന്ന് പറഞ്ഞ ആളാണ്. മസ്റ്റായിട്ടുണ്ടായിരിക്കും. അവരുടെ ബർഗറിനെ പുറത്തിരുത്തിട്ട് വേറൊരു ഫോറിൻ ബോളറിനെ കളിപ്പിക്കുക എന്നുള്ള ചേഞ്ച് മസ്റ്റായിട്ടുണ്ടായിരിക്കും. അതും പ്രത്യേകിച്ച് ഈ ഹൈ സ്കോറിങ് ഗെയിം എന്നുള്ള സാഹചര്യത്തിൽ. മറു സൈഡിൽ അതെ. നോക്കിക്കഴിഞ്ഞാൽ GTA എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ മുതൽ പറയുന്ന കൂട്ട് മാനവ് സുത്താർ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ മാറ്റി നിർത്തി അവിടെ പ്രസിദ്ധ് കൃഷ്ണ അല്ലെങ്കിൽ അശോക് ശർമ്മ അവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ കളിക്കുന്നതാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം മാനവ് സുത്താർ കഴിഞ്ഞ ഒരു 3 കളിയിലും ഒരു രീതിയിലും GT എന്ന് പറഞ്ഞൊരു ടീമിന് വേണ്ടി ഒരു പോസിറ്റീവ് സൈഡിൽ നിന്ന് വന്നിട്ടില്ല. ഒരു കളി എറിഞ്ഞില്ല, ഒരു കളി എറിഞ്ഞ കളി 27 മൊഴി. കഴിഞ്ഞ കളിയും ഓസ്ട്രാച്ച് എക്സ്പെൻസീവ്, ബാറ്റ് കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളവരുണ്ട്. അവർക്ക് ഇച്ചിരൂടെ ഒരു സ്ട്രൈക്ക് അപ്പ് ഫ്രണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറിനെ ആയിരിക്കും ആവശ്യം. അതല്ല എന്നുണ്ടെങ്കിൽ അവർ ഈ കുമാർ കുശാഗ്ര എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാൻ ഉണ്ട്, പുള്ളിയെ മാൻഡറ്ററി ആയിട്ട് ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. അത് ചിലപ്പം മാനവ് സുതാറിന് പകരമോ അല്ലെങ്കിൽ രാഹുൽ തിവാട്ടിക്കോ പകരമായിരിക്കും എന്നുള്ളതാണ് ഇതിനകത്തിലെ ഹൈലൈറ്റ്. തിവാട്ടി അവരിപ്പോഴും കൈവിട്ടിട്ടില്ല. അപ്പോൾ അത് പറയാൻ പറ്റില്ല. എന്തായാലും അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ യങ്ങർ സൈഡിലേക്ക് പോകും. എല്ലാം പുതിയ ആൾക്കാർ ആയി പോകുമെന്ന് ഇപ്പോൾ ഓൾറെഡി അവർ നിഷാന്ത് സിദ്ധുവിനെ കളിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു യങ്സ്റ്ററിനെയും കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ GTയെ സംബന്ധിച്ച് വലിയ ചേഞ്ചസ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. ഈ RR ഒരു പോയിന്റ് ആടിയുണ്ട്. ഈ നമ്പർ 3 ധ്രുവ് ജുറേലിന് പകരം ഹെഡ്മാറിന് കളിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഹെഡ്മാറിനെ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല. ഈ സീസൺ ഇനി അവർ ബാറ്റിംഗ് ഓർഡർ സെറ്റാണ്. വൺ ഓർ ദ അതർ വൺ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ബാറ്റിംഗ് ഓർഡറിൽ അവർ ചേഞ്ച് വരുത്തില്ല. ഹെഡ്മാനെ കളിപ്പിക്കില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അപ്പോൾ അതായത് ഷനക തന്നെ കളിക്കുന്നതാണോ? അതൊരു അതെ 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 ആം, അതെ. അത് അവർക്ക് പണിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും അതുകൊണ്ടാണ് കളി ഷാനയെ ടീമിൽ ഉൾപ്പെടുത്തത്തില്ല. ഇതുവരെ ഷാനയ്ക്ക് ഒരു എനിക്ക് ചാൻസ് കിട്ടിയതുമില്ല. എനിക്ക് അതാണ് ഇവരുടെ ഒരു വീക്ക് ലിങ്ക് ആയിട്ട് ഈ ഒരു തോന്നുന്നത്. RRന്റെ അവിടെ പരാഗ് കളിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പരാഗ് ആ ഒരു കഴിഞ്ഞ കളിയിൽ കളിച്ച ഒരു ഇത് പെർഫോമൻസ് തുടരുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നം അധികം ഉണ്ടാവില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം ആ മിഡിൽ ഓർഡറിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഒരു ചാൻസസ്, ഒരു എഡ്ജ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, എനിക്ക് ഇപ്പോഴത്തെ ഒരു മൊമെൻറ്റം വെച്ചിട്ട് എനിക്ക് ഗുജറാത്തിന് ഒരു സ്ലൈറ്റ് എഡ്ജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു മൊത്തത്തിൽ. പക്ഷേ കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും RRന് ഫേവർ ചെയ്യുന്ന ഒരു അത് ഗ്രൗണ്ടും കണ്ടീഷൻസും ഹൈ സ്കോറിങ്. മാച്ചപ്സും RRന് ഭയങ്കരമായിട്ട് ഫേവർ ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റീസെൻറ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആർച്ചർ എന്ന് പറഞ്ഞ ബൗളർ ഗില്ലിനെതിരെ 19 പന്ത് എറിഞ്ഞതിൽ 3 തവണ ഗില്ലിനെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൂര്യവംശി എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാന് GTക്കെതിരെ ആയിരുന്നു ഒരു സെഞ്ചുറി ഉള്ളത്. അപ്പുറത്തെ വശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റഷീദ് ഖാൻ എന്ന് പറഞ്ഞ ബൗളറിന് 19 വിക്കറ്റ് ഉണ്ട് RRനെതിരെ വിത്ത് ആൻ എക്കോണമി ഓഫ് 6.31. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എഡ്ജ് ഇപ്പോഴും RRന് തന്നെയാണ്. RR ജയിക്കും എന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എനിക്ക് RR ജയിക്കണമെന്ന് തന്നെ ആഗ്രഹം. പക്ഷേ എനിക്കെന്തോ ഈ GTയുടെ റീസെന്റ് ആ ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തിയതൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ അങ്ങനെ ഒരു ഫീൽ വരുന്നു. എന്തായാലും നമുക്ക് നോക്കാം മാച്ചിൽ. പിന്നെ
വ്യൂവേഴ്സിനോട് നമുക്ക് ഈ വീഡിയോയിൽ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ കട്ടായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഈ നെറ്റ്വർക്ക് കണക്ഷൻ 1-2 പ്രാവശ്യം ഡിസ്കണക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. സോ എന്നാലും പിന്നെ അതുപോലെ തന്നെ ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ മാച്ചിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, ആർക്കാണ് കൂടുതൽ എഡ്ജ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാനും അരുൺ റോയ് വീണ്ടും കാണുന്നതിന് വരെ ബൈ.